ഇടിച്ച് നിന്റെ ഇഞ്ച കലക്കാനും അറിയാം, നിന്നെ തൂക്കിയെടുത്ത് അകത്തിരിക്കാനുള്ള പരിപാടി എനിക്ക് നിർത്താനും എനിക്കറിയാം. വല്ലവന്റെ കയ്യിൽ നിന്ന് കാശും മേടിച്ച് തന്തയില്ലായ്മ വിളിച്ച് പറഞ്ഞാൽ നടക്കരുത്. ആ കുട്ടി ഞാൻ ഇതിനൊക്കെ ഓക്കെ ആയിരുന്നോ അല്ലായിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ കുട്ടി ഇപ്പൊ ഈ ഷോയിനകത്തുണ്ട്. ക്യൂട്ട്നെസ് വാരി എറിഞ്ഞിട്ട് ഷോയ്ക്കകത്തുണ്ട്. നമസ്കാരം. അനീതിക്കെതിരെ പോരാടുക, ന്യായത്തിന് വേണ്ടി ശബ്ദിക്കുക, അത് തന്നെയാണ് ഇത്രയും കാലം ഞാൻ ചെയ്തു വന്നിട്ടുള്ളത്. അതിനെതിരെ എന്ത് ഭീഷണികൾ വന്നു കഴിഞ്ഞാലും അതിനെതിരെ സധൈര്യം നേരിട്ട് കൊണ്ട് തന്നെയാണ് വീഡിയോസുകൾ ചെയ്തിട്ടുള്ളതും. ഒരാളുടെ ഭീഷണിക്ക് മുൻപിലും ഇന്ന് വരെ വഴങ്ങി കൊടുത്തിട്ടില്ല, ഇനി അങ്ങോട്ടും വഴങ്ങി കൊടുക്കാനുള്ള ഉദ്ദേശവുമില്ല എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് ആദ്യമേ ആമുഖമായിട്ട് പറയാനുള്ളത്. കാരണം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു, അഖിൽമാരാർ ബിഗ് ബോസ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന് ആദ്യം അഖിൽമാരാർ എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടായിരുന്നു എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. ആ മെസ്സേജ് നിങ്ങൾ ഇൻട്രോയിൽ അതിൻ്റെ ചെറിയ ഒരു ഭാഗങ്ങൾ, അതിൻ്റെ ആ ഭീഷണിയുടെ ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചതുമാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത്, തെറ്റിദ്ധാരണയുടെ പുറത്ത് ആ ഭീഷണിക്ക് ഭയന്നിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെയുള്ള ഈ സ്ക്രീൻഷോട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അഖിൽമാരാർ പറഞ്ഞ വിഷയങ്ങളെല്ലാം 100-ൽ 101% സത്യമാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വിഷയത്തിൽ അഖിൽമാരാരുടെ കൂടെ നിന്നുകൊണ്ട് അവന് സപ്പോർട്ട് ആയിക്കൊണ്ട് ഈ ഒരു വിഷയത്തിലെ യഥാർത്ഥ കുറ്റവാളികൾ ഏഷ്യാനെറ്റിലെ ആ 2 പേര് പൊതുസമൂഹത്തിന്റെ മുൻപിൽ എത്തിക്കണമെന്നും പൊതുസമൂഹം അവരെ തിരിച്ചറിയണമെന്നും സ്ത്രീകളെ ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ കലയെയും കഴിവിനെയും ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ ശരീരം ആഗ്രഹിച്ച് അവരുടെ ശരീരം ഉപയോഗിച്ചുകൊണ്ട് ഈ ഷോയിലേക്ക് ആളുകളെ കയറ്റുന്ന ഈ 2 പേരെ നിങ്ങൾ തിരിച്ചറിയണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പോരാട്ടം. ജംഷീറെ, നിങ്ങളുടെ ഉള്ളിൽ ഈ സത്യവും നീതിയുമാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഏഷ്യാനെറ്റ് പോലൊരു ചാനലിനെതിരെ ഞാനിത് പറയാൻ കാണിച്ച ധൈര്യത്തിൽ നിങ്ങൾ എന്നെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. ഒരു സിനിമാ സംവിധായകനായ, അല്ലെങ്കിൽ നിരവധി സിനിമകളിൽ മുന്നോട്ട് അവസരം ലഭിക്കേണ്ട, അല്ലെങ്കിൽ സിനിമയുമായി എൻ്റർടൈൻമെൻറ്റ് മേഖലയിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാനിത് പറയുമ്പോൾ എൻ്റെ ഉദ്ദേശശുദ്ധിയെങ്കിലും നിങ്ങൾക്ക് ചോദ്യം ചെയ്യപ്പെടാതിരിക്കാമായിരുന്നു. വളരെ സത്യസന്ധമായ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞതെന്നുള്ളത് ഈ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എല്ലാവർക്കും, ആരും പറയില്ല, ഒരു മനുഷ്യനും പറയില്ല. കാര്യം സ്വന്തം താല്പര്യങ്ങൾ മാത്രമാണ് അവർക്കൊക്കെ വലുത്. അപ്പൊ എല്ലാവരും ചിന്തിക്കുന്ന ഒരു വിഷയം ഉണ്ടാവും, എന്തുകൊണ്ട് അഖിൽമാരാർ ഈ പറയുന്ന 2 ആളുകളുടെ പേര് പറയുന്നില്ല, എന്താണ് ആ പേര് പറയാൻ മടി എന്നായിരിക്കും പല ആളുകളും ചിന്തിക്കുന്നത്. ഞാനും സ്വാഭാവികമായിട്ടും ചിന്തിച്ചിരുന്നത് അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു മടിയില്ല. കാരണം സത്യത്തിന്റെ കൂടെ നിൽക്കാനാണ് ഞാൻ എന്നും ആഗ്രഹിച്ചിട്ടുള്ളത്. അതിനെതിരെ പോരാടുക തന്നെ ചെയ്യും, അതിൽ ഒരു സംശയമല്ല. കാരണം നമ്മൾ അറിയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത്. പല ആളുകളുടെയും തെറ്റിദ്ധാരണത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് വേണ്ടി എന്ന് മാത്രമാണ് പല ആളുകളും ചിന്തിക്കുന്നത്. വരുമാനത്തിനപ്പുറം എത്തിക്സ് എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് വീഡിയോയിൽ നല്ല രീതിയിൽ കീപ്പ് ചെയ്ത് പോകുന്ന ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് എൻ്റെതായ വിഷയങ്ങളിൽ എൻ്റെതായിട്ടുള്ള എത്തിക്സ് നല്ലവണ്ണം ഞാൻ കീപ്പ് ചെയ്തുകൊണ്ട് അത് നല്ലവണ്ണം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ പോകാറുള്ളത്. കാരണം നമ്മൾ ചെയ്ത ഒരു വിഷയം തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് തിരുത്തി പറയുന്നത് ഒരു മടിയും വിചാരിക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. എന്തായാലും അഖിൽമാരാർ എന്തുകൊണ്ട് ആ 2 പേരുടെ പേര് പറയുന്നില്ല എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്, എല്ലാവരും സംശയിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ അത് പറയാതിരിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരകളാക്കപ്പെട്ട സ്ത്രീകൾ, പെൺകുട്ടികൾ ഉണ്ടല്ലോ, അവർ ആരെങ്കിലും ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് ഈ ആളുകളുടെ പേര് വിവരങ്ങൾ പുറത്തു പറയാൻ കഴിയുള്ളൂ. കാരണം ഇവരാരും ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാത്തിടത്തോളം കാലം ഇവരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അഖിൽമാരാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഇവർക്ക് കഴിയും, മാനനഷ്ട കേസ് കൊടുക്കാൻ കഴിയും, അതിലൊരു സംശയമല്ല. പിന്നീട് അത് ഈ സ്ത്രീകൾ ആരും മുന്നോട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അഖിൽമാരാർ ആ വിഷയത്തിൽ തൂങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല. കാരണം എനിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ഒരു അലിഗേഷൻ ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നിയമ നടപടിയുമായിട്ട് പോകും. അത് അവർ തെളിയിക്കുക തന്നെ വേണ്ടി വരും. അതാണല്ലോ നമ്മുടെ നാട്ടിലെ നിയമം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഈ ആളുകളുടെ കയ്യിൽ നിന്നും ഇങ്ങനെയുള്ള ചൂഷണത്തിന് ഇരയായ പെൺകുട്ടികളോട് എനിക്ക് ആദ്യമേ പറയാനുള്ളത്, നിങ്ങൾ സധൈര്യം മുന്നോട്ട് വന്നുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവർക്കെതിരെ, ഈ ഏഷ്യാനെറ്റിലെ 2 പേർക്കെതിരെ നിങ്ങൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ മുന്നോട്ട് വരണം എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. കാരണം അതിന് ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കും. കാരണം ഇങ്ങനെ സ്ത്രീകളെ ദുരുപയോഗം ചെയ്ത് അവരുടെ ശരീരം മോഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഷോയിൽ കാണിച്ചു കൂട്ടുന്ന ഈ 2 പേരുണ്ടല്ലോ, പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ചെറ്റത്തരം കാണിക്കുന്ന ഏഷ്യാനെറ്റ് ബിഗ് ബോസ് ക്രൂവിലെ ആ 2 പേര്, ആ 2 നാറികളെ ജനങ്ങളുടെ മുൻപിൽ എത്തിക്കാൻ ഇനി കഴിയുക ഇതിന് ചൂഷണത്തിന് ഇരയായ പെൺകുട്ടികൾക്കാണ്. ആ പെൺകുട്ടികളാണ് മുന്നോട്ട് വരേണ്ടത്. നിങ്ങൾ സധൈര്യം മുന്നോട്ട് വരണം. നിങ്ങൾ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നമ്മുടെ നാട്ടിൽ ഒരു നിയമമുണ്ട്, നിങ്ങൾ FIR ഇട്ട് കഴിഞ്ഞാൽ, കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരോ ഡീറ്റെയിൽസോ ഒന്നും തന്നെ എവിടെയും പറയാൻ പോകുന്നില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? ആരെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? ഇങ്ങനെ ഒരാളെ ഭയപ്പെട്ട് ജീവിക്കേണ്ട എന്ത് ആവശ്യമാണ് സഹോദരിമാരെ നിങ്ങൾക്കുള്ളത്?
കാരണം നിങ്ങളെയാണ് ഇവർ ചൂഷണം ചെയ്തിട്ടുള്ളത്. അത് സധൈര്യം മുന്നിൽ വന്ന് പറയേണ്ടതും നിങ്ങൾ തന്നെയാണ്. എങ്കിലാണ് ജനങ്ങൾക്ക് മുൻപിൽ ഈ രണ്ട് പരമനാറികളെ, ചെറ്റകളെ ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാണിക്കാൻ കഴിയുള്ളൂ. ഇനി അങ്ങോട്ടും പല സഹോദരിമാരും ഇവരുടെ കെണിയിൽ വീഴാതിരിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് പ്രിയ സഹോദരിമാരായ നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഇനി കച്ചിത്തുരുമ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇനി ഈ ഒരു വിഷയത്തിൽ ക്ലാരിറ്റി വരേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു പരാതിയിലൂടെ ആയിരിക്കും ഈ രണ്ടുപേരെ ജനം തിരിച്ചറിയാൻ പോകുന്നത്. അത് നിങ്ങളിലൂടെ ആകണം എന്ന് ആഗ്രഹിക്കുന്ന ആ സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, സധൈര്യം മുന്നോട്ട് വന്നുകൊണ്ട് ആ ആളുകളുടെ പേരിൽ നിങ്ങൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുക തന്നെ വേണം. അല്ല എങ്കിൽ നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച അഖിൽ മാരാറ് എന്തായി മാറും? ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയിലെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്കിടയിൽ അഖിൽ മാരാറ് ഒരു മോശക്കാരനായിട്ട് മാറും. കാരണം അയാൾ ശബ്ദിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളെ പോലെയുള്ള സഹോദരിമാരെ ഇനിയും ഇതുപോലെ ഒരു വിഷയങ്ങളിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ശബ്ദിച്ചിട്ടുള്ളത്. ഞാനൊക്കെ അത് തെറ്റിദ്ധരിച്ച ആളായിരുന്നു. അയാളുടെ ഫെയിമിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അയാൾ ഈ ഒരു സ്ഥാനം നിലനിർത്താൻ വേണ്ടിയിട്ടാണൊക്കെ തെറ്റിദ്ധരിച്ച ആളാണ് ഞാനും. പക്ഷെ ആ തെറ്റിദ്ധാരണയല്ല ഇപ്പോൾ എന്നിൽ നിന്ന് മാറിയത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കുറച്ച് തെളിവുകളും കാര്യങ്ങളും ഞാനിവിടെ നിങ്ങൾക്ക് വിട്ടുതരാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്തായാലും ഒരു സ്ത്രീ ഇന്നലെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഓഡിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ കുട്ടിയുടെ ഫേസ് ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾ പല സ്ഥലത്തും ആ കുട്ടിയുടെ ഫേസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ കുട്ടിയുടെ ആ ഒരു വീഡിയോ, അവർ പറയുന്ന ആ ഒരു വിഷയങ്ങൾ നമുക്കൊന്ന് കേട്ടോക്കാം. എൻ്റെ കാര്യം ഞാൻ പറയാം. 3 വർഷം മുന്നെയാണ് എനിക്ക് ആദ്യമായിട്ട് ഉള്ള ബിഗ് ബോസ് ഓഡിഷനിന് വേണ്ടി എൻ്റെ ഒരു കോൾ വരുന്നത്. ഞാൻ ഈ ഷോ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാളാണ്, അതുകൊണ്ട് ഞാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞു ഞാൻ ഈ ഷോ ഇട്ടതാണ്. അപ്പം ആ ഒരു സംഭവം എനിക്ക് ബിഗ് ബോസിൽ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ലാസ്റ്റ് സീസണിൽ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് അങ്ങനെ കയറാനായിട്ട് അപ്പം എന്നോട് ചോദിച്ചു. സോ ഫസ്റ്റ് ഞാൻ ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നോട് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് അയച്ചു തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഐ സെഡ് എന്താ വേണ്ട എന്നും പറഞ്ഞ് ഞാൻ അതിന് വേണ്ടാന്നല്ല, ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ അയച്ചു തരാമെന്നും പറഞ്ഞ് ഞാൻ അതിന് വിട്ടു. അപ്പം ഈ ഒരു വ്യക്തി ഞാനിപ്പോൾ ഈ പറയുന്ന വ്യക്തി ഈ ജഡ്ജിങ് പാനലിനകത്തിരിക്കുന്ന ഒരാളാണ്. അത് കഴിഞ്ഞിട്ട് ഈ സീസൺ എത്തിയപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, ഈ സീസൺ എത്തുന്നതിന് മുന്നേ തന്നെ എന്നോട് പറഞ്ഞു ഓഡിഷൻ വരും, ഞാൻ വിളിക്കാം, അപ്പം താൻ വരണം. ഞാൻ പറഞ്ഞു ശരി ഏട്ടാ, ഞാൻ തന്നെ വരാം. അങ്ങനെ ഞാൻ എനിക്ക് ഇപ്പോൾ ഈ ഷോയുടെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ എന്തായാലും വരും എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഓഡിഷൻ സമയത്തി ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട് വരുന്നത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ലാസ്റ്റത്തെ സമയമാണ് എന്നെ എടുക്കാതായത്. അപ്പം ഓരോ റൗണ്ട് കഴിയുന്നതിനിടയ്ക്കും ഇയാൾ എനിക്ക് രാത്രി മാത്രമേ മെസ്സേജ് അയക്കാറുള്ളൂ. ഒരു 11-12 മണി 1 മണിക്ക് സമയങ്ങളിൽ എനിക്ക് മെസ്സേജ് അയക്കാറുള്ളൂ. എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ഒരു 3-4 പേരല്ലാതെ വേറെ ആരും എനിക്ക് രാത്രി മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ അയക്കില്ല. ഞാനത് ഡബിൾ ടിക്ക് ആയപ്പോൾ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. ഞാൻ രാവിലെ മാത്രമേ അവർക്ക് റെസ്പോൺസ് കൊടുക്കാറുള്ളൂ. ഇയാൾക്കിത് സ്ഥിരമായിരുന്നു. ഈ മെസ്സേജുകൾ ഇപ്പോഴും എൻ്റെ കയ്യിൽ ആക്ച്വലി എൻ്റെ കയ്യിൽ ഈ മെസ്സേജസിൻ്റെ സ്ക്രീൻഷോട്ട്സ് എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഇയാൾ അപ്പോൾ എനിക്ക് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ആ മെസ്സേജ് എൻ്റെ ബോയ് ഫ്രണ്ട് കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ട്, ഇയാൾക്ക് അയക്കുന്ന അയാൾക്ക് ഒരു ഇച്ചിരി ഉളുപ്പ് വേണ്ടേ? ഓപ്പോസിറ്റ് എൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ അത് അയാളുടെ എനർജി റെസിപ്രോക്കേറ്റ് ചെയ്തിട്ട് ഒരു റെസ്പോൺസും പോകാറില്ല. അപ്പോൾ പിന്നെ അയാൾ നിർത്തണമായിരുന്നു. അയാൾ കുഴഞ്ഞ് കുറേ ഇമോജീസ് ഒക്കെ ഇട്ട് കുറച്ചിങ്ങനെ ലവ് ചിഹ്നം ഒക്കെ ഇട്ടിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ഞാൻ മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് അതിന് ഞാൻ റിപ്ലൈ എടുക്കാറുണ്ട്. അതല്ലാണ്ട് എന്നോട് വന്നിട്ട് ട്രിവാൻഡ്രത്ത് വരാറുണ്ടോ എങ്കിൽ കാണണം, ബാംഗ്ലൂർ ഞാൻ വരുമ്പോൾ പറയാം, അതാണ് ഇതാണ്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സീസൺ ബിഗ് ബോസിൻ്റെ ഫിനാലെ നടക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു മുംബൈയിലാണ് ബാ ഷോ കാണാം. എന്നിട്ട് അയാളെ ഞാൻ വിളിച്ചു. അപ്പം ഞാൻ വേറൊരു കാര്യം, എന്നെ ഇയാൾ നോർമൽ കോൾ ചെയ്യാറില്ല. ഇയാൾ എപ്പോഴും ചെയ്യുന്നത് എൻ്റെ വാട്സാപ്പിൽ മാത്രമേ കോൾ ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാൻ പൊതുവെ വാട്സാപ്പിൽ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും കോൾ ചെയ്താൽ ഞാനത് എടുക്കാറില്ല. 2 പേരുടെ നെറ്റ്വർക്ക് കണക്ഷൻ പ്രോപ്പർ ആയിരുന്നു, അല്ലാതെ എടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ 2 കോളും എടുക്കാറില്ല. ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ നോർമൽ കോളാണ് എല്ലാവരും തിരിച്ച് വിളിക്കുന്നത്. ഇയാളെ ഞാൻ അങ്ങനെ വിളിക്കും, എന്താ ചേട്ടാൻ ചോദിച്ച് വിളിക്കും. അപ്പോൾ ഇയാൾ പറയും ഇത് ഈ കോൾ ശരിയല്ല, നമുക്ക് വാട്സാപ്പ് കോൾ മതി എന്നും പറഞ്ഞിട്ട് ഈ കോൾ കട്ട് ചെയ്തിട്ട് പിന്നെ ഇയാൾ വാട്സാപ്പ് കോൾ ചെയ്യും. ഞാൻ വാട്സാപ്പ് കോൾ ഒരിക്കലും 2 വട്ടമൊന്നും ഞാൻ എടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എടുക്കത്തില്ല. ഞാൻ ഇയാൾ നിർബന്ധം ഇങ്ങനെ കാണിക്കും, ഞാൻ എടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞാൻ വയ്ക്കും. അപ്പോൾ ഈ പറഞ്ഞ വിഷയത്തിൽ ഇവിടെ 1-2 സ്ക്രീൻഷോട്ടുകൾ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അതിൽ മോഹൻലാലിന്റെ കൂടെ നിൽക്കുന്ന ആ വ്യക്തിയാണ് ഈ പറയപ്പെട്ട ആള്. ആ മുഖം കാണിക്കാൻ അധികം സമയമൊന്നും വേണ്ട. കാരണം ആ മുഖം കാണിക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇവരുടെ ഈ പറയുന്ന പ്രവൃത്തിക്ക് ഇരയായിട്ടുള്ള ഒരു പെൺകുട്ടി ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ ഈ വ്യക്തിയുടെ മുഖം ഉൾപ്പെടെ ജനങ്ങൾക്ക് മുൻപിൽ എത്തും. അപ്പൊ അതിന് സഹകരിക്കേണ്ടത്, അല്ലെങ്കിൽ അതിന് സഹായിക്കേണ്ടത് ഇരകളായിട്ടുള്ള പെൺകുട്ടികൾ ഇയാൾക്കെതിരെ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഈ പറയുന്ന കുട്ടി ഇരയായിട്ടില്ല. ഈ പറയുന്ന കുട്ടിക്കെതിരെ സെക്ഷൽ ടോക്കും മറ്റുള്ള കാര്യങ്ങളുമാണ് ഈ പെൺകുട്ടിക്കെതിരെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു കേസായി രജിസ്റ്റർ ചെയ്യാനോ FIR ആക്കാനോ ഈ കുട്ടിക്ക് കഴിയില്ല. കാരണം വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്ത ആ ഒരു വിഷയം മാത്രമാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ അവരെ കോൾ ചെയ്തതിന്റെ എല്ലാം ഈ സ്ക്രീൻഷോട്ടുകൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. വാട്സപ്പ് ചാറ്റാണ് ആ പുറത്തു വിട്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങളോട് പറയാനുള്ളത്, ഏതെങ്കിലും ഒരു പെൺകുട്ടി അവരുടെ കിടപ്പറ പങ്കിട്ടതിന് തെളിവുമായിട്ട് അവർക്കെതിരെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന 2 പേരുടെ മുഖം പൊതുസമൂഹം തിരിച്ചറിയും. അവരെ പൊതുസമൂഹം തിരിച്ചറിയുക തന്നെ വേണം. അതിന് നിങ്ങൾ സഹോദരിമാര് അഖിൽ മാരാറുടെ കൂടെ നിന്നുകൊണ്ട് അയാൾക്ക് സപ്പോർട്ടുമായിട്ട് നിങ്ങൾ നിൽക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം നിങ്ങൾ ആരും മുൻപിലോട്ട് വരാത്ത പക്ഷം എല്ലാ ബിഗ് ബോസിലെ സ്ത്രീകളെയും ആളുകൾ എന്ത് ചെയ്യും? സംശയത്തിന്റെ നിഴലിലേക്ക് കാണൂ. അത് നിങ്ങൾ കാരണത്താലാണ് എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സാക്ഷിയോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സ്വന്തം മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കുക, താൻ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക.
കാരണം ഏതൊരുത്തന്റെയും മനസാക്ഷി ഒരിക്കലും തെറ്റ് ചെയ്യാൻ എന്താ പറയാ കൂട്ടുനിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളൊക്കെ അറിയാതെ ചെയ്തു പോകുന്ന തെറ്റുകളാണ്. ആ അറിയാതെ ചെയ്തു പോകുന്ന തെറ്റുകൾക്ക് പ്രായശ്ചിത്തമായിട്ട് ഇതുപോലെ ഇനി വരുന്ന കണ്ടസ്റ്റന്റുകളെ അല്ലെങ്കിൽ ഇനി വരുന്ന മത്സരാർത്ഥികളെ ഇതിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയും. അതാണ് നിങ്ങൾ ഈ ലോകത്തോട് അല്ലെങ്കിൽ കേരളത്തിലെ ജനതയോട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി എന്നുള്ളത്. ഇവരുടെ ഇരകളായിട്ടുള്ള പെൺകുട്ടികൾ മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ പെൺകുട്ടി പറയുന്ന ബാക്കി കാര്യം കൂടെ നമുക്ക് കേൾക്കാം. എൻ്റെ ഒരു ബിഗ് ബോസ് ഇന്റർവ്യൂവിൽ അവിടെ ആകെ സംസാരിച്ചുകൊണ്ടിരുന്നത് കിടത്തവും ഇരുത്തവും ഒക്കെ മാത്രമായിരുന്നു. സോ ഈ ഒരു സംഭവം ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആകെ ഭയങ്കര ബ്ലാങ്ക് ഔട്ട് ആയിപ്പോയി. അപ്പം എൻ്റെ ഇന്റർവ്യൂവിന് മുന്നേ ഒരു 2 മണിക്കൂർ മുന്നേ മറ്റൊരു കുട്ടിയുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ കുട്ടി ഞാൻ ഇതിനൊക്കെ ഓക്കെ ആയിരുന്നോ അല്ലായിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ കുട്ടി ഇപ്പോൾ ഈ ഷോയിനകത്തുണ്ട്. ക്യൂട്ട്നെസ് വാരി എറിഞ്ഞിട്ട് ഷോയ്ക്കകത്തുണ്ട്. സോ എന്ത് റീസണും ആയിക്കോട്ടെ, ഞാൻ ഒരിക്കലും ഒരുപാട് പേരുണ്ട് പല രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റിനും പല കാര്യങ്ങൾക്കും ഓക്കെ. എന്നെക്കാളും പ്രായം കുറഞ്ഞവരാണെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിമുളയ്ക്കുന്ന ആൾക്കാരാണെങ്കിലും ഒരുപാട് അവർ മുന്നേറുന്നുണ്ട്. അങ്ങനെ മുന്നേറുന്നവർ മുന്നേറിക്കോട്ടെ. എനിക്കത് ഞാൻ അതിന് ഓക്കെ ആയിരുന്നെങ്കിൽ പണ്ടേ ഞാൻ എവിടെയെങ്കിലും ഒക്കെ എത്തിയേനെ. ഐ ആം നോട്ട് ഓക്കെ വിത്ത് ദാറ്റ്. ഈ ഒരു പെൺകുട്ടി ആരാണ് എന്നുള്ളത് ബിഗ് ബോസ് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ബിഗ് ബോസ് കാണുന്ന ആളുകൾക്ക് ആരാണ് ഈ പറയുന്ന ക്യൂട്ട്നെസ് വാരി എറിയുന്ന ആ ഒരു പെൺകുട്ടി എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം ആ പെൺകുട്ടിയുടെ പേര് ഒരു തെളിവുകളും ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെ പേര് ഞാനായിട്ട് പറയുന്നില്ല. ആരാണ് ആ പെൺകുട്ടി എന്നുള്ളത് വളരെ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് നിയമപരമായിട്ട് തെറ്റായി പോകും എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയാത്തത് എന്ന് കൂടെ ഞാൻ നിങ്ങളോട് പറയാണ്. എന്തായാലും വേറെ കാര്യം പറയാനുള്ളത്, അഖിൽമാരാറുടെ ഭീഷണിക്ക് ഭയന്നിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടാകുക എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. അഖിൽമാരോട് നല്ല വെടിപ്പായിട്ട് ഞാൻ അഖിൽമാരാറെ ഏകദേശം അരമണിക്കൂറോളം ഞങ്ങൾ വിളിച്ച് സംസാരിക്കുന്നതിന് മുൻപ് ഞാൻ അഖിൽമാരാറോട് വളരെ വിശദമായിട്ട് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ എൻ്റെ മറുപടി കൊടുത്തതാണ്. ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് വാട്സപ്പ് സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ കാണാൻ കഴിയും. അതിന്റെ സമയവും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇന്നലെ വൈകുന്നേരം 6:04 ഞാൻ അഖിൽമാരാർക്ക് ഈ മെസ്സേജ് റീപ്ലൈ കൊടുത്തിട്ടുള്ളത്. എനിക്ക് പറയാനുള്ളത് വെടിപ്പായിട്ട് ഞാൻ പറയുന്നുണ്ട്. നീ എന്താണ് എന്ന് വെച്ചാൽ ചെയ്ത് കാണിക്ക്, അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം എന്നെ കേസ് കൊടുക്കും ഭീഷണിപ്പെടുത്തിയ ആ ഒരു വിഷയത്തിൽ ഞാൻ അഖിലിനോട് പറഞ്ഞ ആ ഒരു മറുപടിയാണ്. ഇതുപോലെ എല്ലാ വിഷയത്തിലും കറക്റ്റ് ആയിട്ട് ഞാൻ അഖിലിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഈ കേസോ എന്ത് കോപ്പാണെങ്കിലും കൊടുക്കുക, എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമുള്ള കേസല്ല എന്നുള്ളത് വളരെ വെടിപ്പായിട്ട് ഞാൻ അഖിലിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് അഖിൽ എന്നോട് വേറെ റീപ്ലൈ തന്നത്. എൻ്റെ കുടുംബത്തെ പറഞ്ഞത് ഒഴിച്ച് ബാക്കിയൊന്നും എനിക്ക് പ്രശ്നമില്ല. കുറഞ്ഞ പക്ഷം തമ്പനയിൽ മാറ്റി വീഡിയോ ഇട്ടാൽ പോലും എനിക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് രണ്ടും ബുദ്ധിമുട്ട് ആകും. ആലോചിച്ച് തീരുമാനം എടുക്കും. നാളെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഫ്രീ ആകും. നിങ്ങളോട് എനിക്ക് യാതൊരു വ്യക്തിവിരോധവും ഇല്ല എന്ന് മനസ്സിലാക്കാനുള്ള ബോധ്യം ഉണ്ടാകുക. അതിനുശേഷം ഞങ്ങൾ ചാറ്റ് ചെയ്ത ചാറ്റൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. കാരണം ഒരുപാട് പ്രൂഫുകളും കാര്യങ്ങളും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരുപാട് ഡീറ്റെയിൽസുകളും കാര്യങ്ങളൊക്കെ അഖിൽമാരാർ എനിക്ക് വിട്ടു തന്നതും ഞാൻ അഖിൽമാരാറുമായിട്ട് വിളിച്ച് സംസാരിച്ച ആ ഒരു സമയവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. കാരണം ഒരു വിഷയത്തിൽ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് എൻ്റെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ എന്നോട് അഖിൽ പറഞ്ഞിട്ടുള്ളത് ഇന്നലത്തെ ആ വീഡിയോയിൽ വെറും തമ്പനയിൽ മാത്രം മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ അത് കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങൾ മനസ്സിലായപ്പോൾ ആ വീഡിയോ തന്നെ ഞാൻ ഹൈഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം അത് ഞാൻ എൻ്റെ മനസാക്ഷിയോട് ചെയ്യുന്നത് ശരിയാണ്. അതിൽ മറ്റുള്ള ആളുകൾ എന്ത് പറയുന്നത് ഏത് പറയുന്നത് എന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, എന്നോട് ആ വീഡിയോ വെറും തമ്പനയിൽ മാത്രം മാറ്റാനാണ് അഖിൽമാരാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ അത് വീഡിയോ തന്നെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ഒരു വിഷയം എനിക്ക് മനസ്സിലായി. അഖിൽമാരാർ പറയുന്ന വിഷയങ്ങളിൽ 101% സത്യമാണെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു വീഡിയോ ഹൈഡ് ചെയ്ത് വെച്ചതും ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് മുൻപിൽ ചെയ്തതും. അതിന് ഒരു സംശയമല്ല. അതിന് നിങ്ങൾ ആരും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമുള്ള കേസല്ല. കാരണം ഒരുപാട് ഹേറ്റേഴ്സ് ഉള്ള ആളാണ് അഖിൽമാരാർ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്, എന്നെപ്പോലെ ഒരു വ്ളോഗറെ വിളിച്ചുകൊണ്ട് അഖിൽമാരാർ ഇങ്ങനെ ഒരു വിഷയം പറയണമെന്നുണ്ടെങ്കിൽ ആ വിഷയത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. കാരണം എൻ്റെ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഏകദേശം വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ആ വീഡിയോ കണ്ടിട്ടുള്ളത്. ആ വീഡിയോ അധികം ആളുകളിൽ എത്തിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അഖിൽമാരാറിന് എന്നെ വിളിച്ച ആ ഒരു വിഷയം പറയേണ്ട കാര്യമോ ഒന്നും തന്നെ ഇല്ല. ചിലപ്പോൾ ഒരു പക്ഷേ ഇന്നലെ സംസാരിച്ചതിന് ശേഷമാണ് മനസ്സിലാകുന്നത്. അഖിൽമാരാർ എന്നോട് ഫസ്റ്റ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ച അഖിൽമാരാർ പിന്നീട് വളരെ കൂളായിട്ടാണ് സംസാരിച്ചത്. അതിനുശേഷം അയാൾ എൻ്റെ വീഡിയോസുകളും കാര്യങ്ങളും എടുത്തു നോക്കിയിട്ടുണ്ട്. സത്യത്തിന് കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയണം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അഖിൽമാരാർക്ക് മനസ്സിലായതുകൊണ്ടാണ് അഖിൽമാരാർ പിന്നീട് ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നതും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു വിഷയത്തിൽ അഖിൽമാരാർ പറഞ്ഞത് 101% ശരിയാണ്. കഴിയുമെങ്കിൽ അഖിൽമാരാറുടെ കൂടെ നിന്നുകൊണ്ട് ഇനി അങ്ങോട്ട് ബിഗ് ബോസിലേക്ക് പോകുന്ന സ്ത്രീകൾക്കെങ്കിലും ഇങ്ങനെ ഒരു ദുരനുഭവം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ 2 ആളുകളെ പൊതുസമൂഹത്തിന് മുൻപിൽ എത്തിക്കുന്നത് വരെ ഇതിനു വേണ്ടിയിട്ട് പോരാടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലെ നമ്മളുടെ ആരുടെയെങ്കിലും സഹോദരിമാർ ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു പ്രോഗ്രാമിലേക്ക് പോയെന്ന് വെക്കാം. അങ്ങനെ പോവുകയാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഇല്ലാതിരിക്കാൻ, അവർക്ക് സധൈര്യം ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ടാലന്റ് ജനങ്ങൾക്ക് മുമ്പിൽ അവരുടെ കഴിവ് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അവസരം കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളും ഒരു ഭാഗമാക്കായി മാറണം എന്ന് മാത്രം
മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ബാക്കി വിവരങ്ങളും ബാക്കി ഡീറ്റെയിൽസുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട്. ബൈ.